എല്ലാവർക്കും നമസ്തേ. ഈ ശബരിമലയെ വീണ്ടും ഒരു വിവാദ കേന്ദ്രമാക്കിക്കൊണ്ട് മനഃപൂർവ്വം തന്നെ സർക്കാർ അത് ഒരു വിവാദ കേന്ദ്രമാക്കിയതാണ്. ശബരിമലയെ ആക്കിക്കൊണ്ട് പമ്പ തീരത്ത് ഈ മാസം 20-ന് നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമത്തെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ദിവസം ജനൻ ടി വിയിലൊരു ജനസഭ കൂടിയിരുന്നു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തോ മറ്റോ വെച്ചാണ്. അതിനകത്തിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് വന്ന CPM-നെ പ്രതിനിധീകരിച്ച് വന്ന ഒരു അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അയാളുടെ ഓരോ വാദഗതികളും സത്യത്തിൽ ഭക്തജനങ്ങളുടെ ഉള്ളു പൊള്ളിക്കുന്ന രീതിയിലായിരുന്നു. കാരണം വിശ്വാസികളുടെ ഉള്ളു പൊള്ളിക്കുന്ന രീതിയിൽ. കാരണം അയാൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അവിടെ ഈ യുവതീ പ്രവേശ വിധി വന്നത് ഈ ഭക്തരുടെ ഭാഗത്ത് നിന്നുള്ള, അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ RSS ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലാണെന്നാണ് പറയുന്നത്. അയാൾ പറയുന്നത് അവിടെ ഈ പരാതി സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് പോയത് BJP വക്താവാണെന്നാണ് പറഞ്ഞത്. അത് ശരിയായിട്ട് പറഞ്ഞാൽ അത് കേസുമായിട്ട് പോയ ഒരു യങ് ലോയേഴ്സ് ഫോറം അങ്ങനെ കണ്ടൊരു സംഘടനയിൽപ്പെട്ട ഒരു 3-4 വനിതകൾ ചേർന്ന് കൊടുത്തു. അവര് ഇത് ഹർജിയുമായിട്ട് പോകാൻ കാരണം ഇവർക്ക് ശബരിമലയെക്കുറിച്ച് ശരിക്കും അറിയില്ലായിരുന്നു, അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ച്. അവര് കേട്ടറിവിൽ കൂടി ആ ഒരു സിനിമ, ജയമാല ഉൾപ്പെടെ സിനിമാ വിവാദം ഇതൊക്കെ വെച്ചിട്ട് അവിടെ ശുദ്ധിക്രിയ നടത്തിയതൊക്കെ കേട്ടപ്പം അങ്ങനെ സ്ത്രീകൾക്ക് വിലക്കെന്നുള്ള ഇത് വെച്ചിട്ടാണ് അവര് ഹർജിയുമായിട്ട് പോയത്. ഈ കേസ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ശബരിമലയുടെ ആ ഒരു പ്രത്യേകത മനസ്സിലാക്കിയപ്പോൾ അവരത് പിന്മാറുകയും ചെയ്തു. ഇക്കാര്യമൊന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളിലെത്തിക്കാൻ ഇത് നിയന്ത്രിച്ച അനിൽ നമ്പ്യാർക്കോ ഈ BJPയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വിശ്വാസികളെ പ്രതിനിധീകരിച്ച് എത്തിയ ഹിന്ദുത്വ അല്ലെ വിശ്വാസികളുടെ ഭാഗം നമ്മൾ പറയുന്നുണ്ട്, പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ BJP ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വക്താവിനോ കഴിയാത്തതാണ് ഏറ്റവും വലിയ കഷ്ടം. ഇയാള് പറഞ്ഞ് നീർ പോലാണ് ഇയാള് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന അയാളൊരു കാര്യം പറയുന്നത്. അയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശരിയാണ്, ഇതെല്ലാം കേസിന് പോയേക്കുന്നത് ഹിന്ദു വിശ്വാസികളാണ് കേസിന് പോയേക്കുന്നത്, അല്ലാതെ ഇവരെ കൂട്ടുള്ള നിരീശ്വരവാദികളല്ല. ഇതിനകത്ത് കൈയിട്ട് വാരാൻ നടക്കുന്ന CPM-ന്റെ കൂട്ടുള്ള നിരീശ്വരവാദികളും ക്ഷേത്രത്തെ തകർക്കാൻ നടക്കുന്ന ഈ അഡ്വക്കേറ്റ് സുരേഷിന്റെ മനസ്ഥിതിയുള്ളവന്മാരല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള രീതിയിലാണ് അയാളുടെ ഓരോ വാക്കുകളും അയാൾ സമർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ വന്ന സമയം ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ നടത്താൻ പോകുമ്പോൾ ഈ കേസിന്റെ നാൾ വഴി എന്നും പറഞ്ഞ് ദേശാഭിമാനി ഒരു സപ്ലിമെന്റിനകത്തിൽ ഇറക്കിയിരുന്ന ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വേണമായിരുന്നു പോകാൻ. അല്ലെ കുറഞ്ഞ പക്ഷം മനോരമ ഓൺലൈനിൽ ഉൾപ്പെടെ തപ്പിയാൽ കേസിന്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകും. ഇതൊക്കെ എന്തായാലും ഈ പരിപാടി നേരത്തെ തീരുമാനിക്കുന്നതാണ്, ഇങ്ങനൊരു പരിപാടി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം. അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഈ സുരേഷ് കുമാറിനെ പോലുള്ള ഈ തെമ്മാടിത്തരം പറയത്തില്ല, തെമ്മാടിത്തരം ഒന്നും പറയത്തില്ല, ഇതേപോലെ പൊതുവേദി വന്നിരുന്ന് ഹിന്ദുക്കളെ അപമാനിക്കുന്ന രീതി പോക്രിത്തരം പറയത്തില്ലായിരുന്നു. അത്രമാത്രം തോന്നിയവാസമാണ് അയാൾ പറഞ്ഞത്. അത് ഹിന്ദു വിശ്വാസികളായിട്ടുള്ളവരാണ്, BJP വക്താവാണ് ഇത് കൊടുത്തത്. ഇവൻ ആ രീതിയിൽ പറയുന്ന സമയത്ത് ഇവൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? കോടതി ഈ അഭിപ്രായം തേടി ഇതിനെക്കുറിച്ച്, ഇത് ക്ഷേത്രങ്ങൾ പിരിഞ്ഞ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമാണ്, സർക്കാർ ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം തേടിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അതിന് എതിരായിട്ട് ഈ ഇപ്പോഴത്തെ ആചാരം നിലനിർത്തണം എന്നുള്ള രീതിയിൽ ആയിരുന്നു അവിടെ സത്യവാങ്മൂലം നൽകിയിരുന്നത്. എന്നാൽ അതിനുശേഷം വന്ന നമ്മുടെ അച്യുതാനന്ദൻ സർക്കാർ, VS സർക്കാർ, അയാളുടെ സർക്കാരിൽ പിണറായി വിജയൻ മന്ത്രിയായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അയാൾ പാർട്ടി സെക്രട്ടറി എന്നുള്ള പദവി വെച്ച് നമുക്കറിയാം, CPM-ന്റെ മുൻപ് വരെ, ഇപ്പോഴത്തെ പിണറായി വരുന്നതിന് മുമ്പ് വരെ മുഖ്യമന്ത്രിക്ക് മുകളിലായിരുന്നു CPM സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി. അന്ന് VS മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ഭരിക്കുന്ന മൊത്തം പിണറായി വിജയനായിരുന്നു. അയാൾ പാർട്ടി സെക്രട്ടറി എന്നുള്ള അയാളുടെ ആ അധികാരം വെച്ചിട്ട് അന്നത്തെ സർക്കാരിനെ കൊണ്ടും ദേവസ്വം ബോർഡിനെ കൊണ്ടും
ആ, ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്ന സത്യവാങ്മൂലം മാറ്റിക്കൊടുത്തു. അല്ല, ആചാരം മൊത്തം മാറ്റിമറിക്കണം, ഇപ്പോഴത്തെ ആചാരം മാറ്റിമറിച്ചിട്ട് എല്ലാ വിഭാഗത്തിലുംപ്പെട്ട യുവതികൾക്കുൾപ്പെടെ ഉള്ളവർക്ക് ശബരിമലയിൽ കയറാൻ അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ സത്യവാങ്മൂലം മാറ്റി പിന്നീട് വന്ന് വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ വന്ന് അവരുടെ നിലപാടിൽ നിന്നും ഇപ്പോഴത്തെ ആചാരം പാലിക്കണം എന്നുള്ള കാര്യം കോടതിയെ അറിയിച്ചു. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടുകൂടി അയാള് സർവാധിപതിയായി പാർട്ടിയിലും എല്ലാം. അയാൾ കയറി ഉടൻ തന്നെ ചെയ്തത് എന്താണ്? രണ്ടാമത് വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത് സത്യവാങ്മൂലം മാറ്റിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ചോദിച്ച് പിന്നെ വിധി മേടിച്ച, അല്ലാതെ ആ ഹർജിക്കാർ നൽകിയ വിധി, ഹർജി അനുസരിച്ചുള്ള വിധിയല്ല യുവതി പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്, സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടുള്ളത്. ഈ CPM-ന്റെ പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യപ്രകാരമുള്ള അയാള് ക്ഷേത്രങ്ങൾ നശിപ്പിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി സുപ്രീം കോടതിയിൽ കൊടുപ്പിച്ച സത്യവാങ്മൂലം അനുസരിച്ചുള്ള വിധിയാണ് സുപ്രീം കോടതി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചത്. കാരണം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം, സർക്കാർ പറയുന്നു ഞങ്ങളുടെ ക്ഷേത്രത്തില് ഈ മുൻപ് വരുന്ന ആചാരങ്ങളെല്ലാം മാറ്റിമറിച്ച് ഇങ്ങനെ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ സുപ്രീം കോടതി അത് അനുസരിക്കും. ഉടമസ്ഥര ആണല്ലോ ഇത് തീരുമാനിക്കേണ്ടത്. അവര് ആവശ്യപ്പെട്ടതനുസരിച്ച് സുപ്രീം കോടതി വിധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവതീ പ്രവേശ വിഷയം അവിടെ രൂക്ഷമാകുന്നത്, അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കാൻ കാരണമായത്. അതും പോകട്ടെ, ഇവിടെ രഹന ഫാത്തിമ, ഈ ബിന്ദു അമ്മിണി, പിന്നെ വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ കനകദുർഗ, ഇവളുമാരെയൊക്കെ കൊണ്ടുവന്ന് ശബരിമല കയറ്റാൻ ശ്രമിച്ചതാരാണ്? ഹിന്ദു സംഘടനാ നേതാക്കളാണോ? ഹെൽമറ്റും ധരിപ്പിച്ച് ഇതെല്ലാം ചെയ്ത ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രി, അയാളുടെ അധികാരം ഉപയോഗിച്ച് അയാളുടെ പോലീസിനെ കൊണ്ട് പൂർണ്ണ സംരക്ഷണം കൊടുപ്പിച്ച് അയാളല്ലേ ഈ ആചാരം ലംഘിക്കാൻ ഇവളുമാരെ ശബരിമല കൊണ്ടുവരാൻ ശ്രമിച്ചത്? അല്ല, ഹിന്ദു സംഘടനാ നേതാക്കൾ ആരെങ്കിലും ആയിരുന്നു? ഇതൊക്കെ ശക്തമായി ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ ഒരു ജനസഭ നടത്തി ഈ വിശ്വാസികളുടെ ഇടയ്ക്ക് തെറ്റായിട്ടുള്ള ഒരു അല്പമെങ്കിലും ചെറിയൊരു ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടികൾ ജനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ വേണം ഹിന്ദു വിശ്വാസികളുടെ പക്ഷത്ത് നിന്നും ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ. അല്ലാതെ ഈ സുരേഷ് കുമാറിന്റെ കൂട്ടുള്ള ഈ ഹിന്ദു വിരുദ്ധന്മാർ, ക്ഷേത്രവിരുദ്ധന്മാർ അവരുടെ ഈ നിലപാട് ശക്തമായി അവതരിപ്പിക്കുമ്പോൾ ഹിന്ദു പക്ഷ നേതാക്കന്മാരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ കഴിവുള്ളവരെ വേണം ചർച്ചയിൽ ജനസഭകളിൽ പങ്കെടുപ്പിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന് പറഞ്ഞ മാതിരി ഇവന്മാര് പറയുന്നത് പിണറായിയും സംഘവും അയാളുടെ പാർട്ടി ഉൾപ്പെടെ പറയുന്നതാണ് സത്യം എന്ന് പൊതുജനങ്ങൾ മനസ്സിലാകും. കാരണം ആ രീതിയിലാണ് ഇവന്മാരൊക്കെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കൂട്ട് വിശദമായിട്ട് ആ വിധി വന്ന സമയത്തുള്ള ഈ ശബരിമല ആചാര സംരക്ഷണത്തിനായിട്ടുള്ള പിന്നെ സമരം പ്രതിഷേധം നടക്കുന്ന സമയത്ത് ദേശാഭിമാനി, അത് ഇവന്മാരുടെ പത്രമാണ്, ഈ സഹാക്കന്മാരുടെ പത്രമാണ്, ഈ ഹിന്ദുവിരുദ്ധ ക്ഷേത്രവിരുദ്ധ ആചാരവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ പത്രമാണ് ദേശാഭിമാനി. അതിനകത്തില് വിശദമായി ഈ ശബരിമല കേസിന്റെ നാൾ വഴികൾ എന്നും പറഞ്ഞ് അതിനകത്ത് വിശദമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തിൽ പറയുന്നുണ്ട് കേസ് കൊടുത്തവർ, കേസിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് അവർ കൊടുത്ത സത്യവാങ്മൂലം എന്തായിരുന്നെന്നും, പക്ഷേ തുടർന്ന് വന്ന ഈ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഇങ്ങേരുടെ അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായിയുടെ നിർദ്ദേശപ്രകാരം ഈ ദേവസ്വം ബോർഡ് അഫിഡവിറ്റ് മാറ്റിക്കൊടുത്ത് അവിടുത്തെ മൊത്തം ആചാരങ്ങളെ തച്ച് തകർക്കണം എന്നുള്ള രീതിയിൽ
കൊടുത്ത അഫിഡവിറ്റിനെ കുറിച്ചും അത് വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അവര് ഇതിനെ പറയുന്ന പുരോഗമന സർക്കാർ എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തുവാ ഈ നമ്മളെ ഈ ഇരുണ്ട യുഗത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന സർക്കാർ എന്നൊക്കെയാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും അത് തിരുത്തി കൊടുത്തതും വീണ്ടും പിണറായി അധികാരമേറ്റപ്പോൾ ഈ ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൊടുത്ത് അഫിഡവിറ്റിനെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇത് പഠിച്ചിട്ട് വേണ്ടേ ഈ ജനസഭയിലൊക്കെ വന്നിരുന്ന് ഈ ഇത്തരം കള്ളന്മാരുടെ ഈ ഹിന്ദു വിരുദ്ധന്മാരുടെ ഈ ഇത്തരം വാദഗതികളെ എതിരിടേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവന്മാർ പറയുന്നതാണ് സത്യം എന്ന് വിശ്വാസികൾ കുറച്ചു പേർക്കെങ്കിലും തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അത്ഭുതമായിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും മുന്നോട്ടുള്ള ഈ ജനസഭകളിൽ അത്രമാത്രം ആധികാരികമായി ഇതിനെക്കുറിച്ച് ഗ്രഹിച്ചിട്ട് പഠിച്ചിട്ട് അവതരിപ്പിക്കുന്നവരെ മാത്രം പങ്കെടുപ്പിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ജനം TV മാറണം. അത് പങ്കെടുക്കുന്നവരും ആ നിലപാടിലായിരിക്കണം. ഈ ഇത്തരം ഒരു ജനസഭയിൽ നിൽക്കേണ്ടത് എന്നുള്ള കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക. ചില ഈ അവിടെ വന്നിരിക്കുന്ന ജനസഭയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന വിശ്വാസികളുണ്ട്, അല്ലെ പൊതുജനങ്ങളുണ്ട്. അവിടെയും പലയിടത്തും കൂടുതൽ ഇവന്മാരുടെ ആൾക്കാർ വരും. ഇത് അവതരിപ്പിച്ച് ശരിയായ കാര്യം അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കൂട്ടരുണ്ട്. എന്ന് വെച്ചാൽ കൂടുതലും ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ നല്ലൊരു ശതമാനം CPM ആൾക്കാർ വരും. എന്ന് വെച്ചാൽ ഈ ബഹളം വെച്ചോ സംഘർഷം ഉണ്ടാക്കിയോ ഈ ഒരു പരിപാടി അവർ നടത്തിയ ഈ ഇത്തരം തോന്നിയവാസത്തിന്റെ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വരും. അന്തം കമ്മികളായിട്ടുള്ള ഈ അഡ്വക്കേറ്റ് സുരേഷിന്റെ കൂട്ടുള്ള അന്തം കമ്മികൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് കാണും. അവരിതിനെയൊക്കെ ഈ എന്തുവാ പറയുന്നത് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കും. അതിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിവുള്ള ആളായിരിക്കണം ഈ വിശ്വാസികളുടെ ഭാഗത്ത് നിന്നും സംസാരിക്കാൻ എത്തേണ്ടത്. എന്നുവെച്ചാൽ ഇവന്മാർ ബഹളം വെച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഈ പരിപാടി അലങ്കോലപ്പെടുത്തുന്ന സമയത്ത് അങ്ങനെയല്ല, ഇതാണ് കാര്യം എന്ന് പറഞ്ഞ് ഇവരുടെ വായടപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കണം ഈ ജനസഭകളിൽ വന്ന് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അല്ലാതെ ഒരുത്തനെ അങ്ങ് നേതാവായി എന്തെങ്കിലും കാര്യത്തിൽ നേതാവോ അവന്റെ ഭാഗ്യം കൊണ്ട് നേതാവായി എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്ന് ഇത്തരം ജനസഭകളിൽ പങ്കെടുപ്പിച്ചാൽ ആ പരിപാടി ഗുണത്തിലേറെ ദോഷമേ ചെയ്യുള്ളൂ. മുമ്പ് പറഞ്ഞിട്ട് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയാൽ അത് വിശ്വാസികൾക്കും നമ്മൾ എന്ത് ലക്ഷ്യത്തിലാണോ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിന് എതിരായിട്ടുള്ള ഘടകവിരുദ്ധമായിട്ടുള്ള ഫലമായിരിക്കും ഇത്തരം പരിപാടികളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഇത് സംഘാടകർ ശ്രദ്ധിക്കണം. പല കാര്യങ്ങളും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം ഈ ഇത്തരം പരിപാടികൾ. അത് ആങ്കറും അത് ശ്രദ്ധിക്കണം. ഈ സുരേഷ് കുമാറിന്റെ കൂട്ടുള്ള അന്തം കമ്മികള് ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള ഈ അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് അങ്ങനെയല്ല, ഇങ്ങനെ തന്നെയാണ് എന്ന് ശക്തമായി അത് വാദിക്കാനുള്ള ആ ഒരു അറിവും അതിനുള്ള ആർജവും ആങ്കർമാർക്ക് ഇത് നിയന്ത്രിക്കുന്നവർക്കും ഉണ്ടാകണം. അതിന് കണ്ടുപഠിക്കേണ്ടതാണ് നമ്മുടെ ഈ റിപ്പബ്ലിക് TV അതിലെ അർണവ് ഗോസ്വാമി. അദ്ദേഹം ഇത്തരം പരിപാടികൾ നിയന്ത്രിക്കുമ്പോൾ ഇതുപോലുള്ള തോന്നിയവാസം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു നമുക്ക് പറയാം നിഷ്കരണം എന്ന് തന്നെ പറയാം. നിഷ്കരണമാണ് അവരെ വായടപ്പിക്കുന്നത്. അതിൽ അദ്ദേഹം ആള് സാധുവാണല്ലോ, ഇത്ര അങ്ങ് നാണം കെടുത്തണ്ട എന്ന് പോലും ചിന്തിക്കാതെ അങ്ങനെ ഒരു കരുണാഭാവം കാണിക്കാതെ പുള്ളി ഇത്തരം വിളഞ്ഞവന്മാരെ
വായടപ്പിക്കുന്നത് കണ്ടാൽ, നിഷ്കരണം വായടപ്പിക്കുന്നത് കണ്ടാൽ നമ്മൾക്ക് തോന്നിപ്പോകും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകൾക്കൊന്നും ഇതേപോലെയുള്ള ആർജവമുള്ള പ്രവർത്തകരില്ലല്ലോ എന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ മറ്റ് ചാനലുകൾ നമ്മുടെ ക്ഷേത്രങ്ങൾക്കും ഒക്കെ എതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളെ അടിച്ചൊതുക്കി ഇല്ലാതാക്കാമായിരുന്നു. ഈ നമ്മൾ കാണാൻ അടുപ്പുകൂടി ചർച്ച നടത്തുന്ന മീഡിയ വൺ, അത് നമുക്ക് മനസ്സിലാക്കാത്ത ഒരു ജിഹാദി ചാനലാണ്. വേറെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു കള്ളൻ്റെ ഒരു ചാനലുണ്ട്, മരമുറി കള്ളൻ. ഈ നാട്ടുകാരെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കിയ ഒരു കള്ളൻ്റെ ചാനൽ. അതിനകത്തിലിരുന്ന് ഒരു ജിമ്മി ഉൾപ്പെടെയുള്ളവന്മാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശബരിമല എന്ന് പറയുന്ന അവിടെ സ്ത്രീ പ്രവേശം എന്നാണ് അയാൾ ചർച്ചയിൽ പറയുന്നത്, ഇവമാര് ചർച്ചയിൽ പറയുന്നത്. ഇതുവരെ സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ അനുവാദമില്ല എന്നുള്ള രീതിയിലാണ് അയാൾ ഇത് അവതരിപ്പിക്കുന്നത്. ബോധപൂർവം ചെയ്യുന്നതാണ്. ശബരിമലയിലെ യുവതി പ്രവേശം എന്നല്ല അവന്മാർ ചർച്ച ചെയ്യുന്നത്, സ്ത്രീ പ്രവേശം നിഷേധിച്ചിരിക്കുകയായിരുന്നു, അതിനെതിരെയാണ് സ്ത്രീകൾക്ക് കയറണം എന്നുള്ള വിധിയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ അതിനകത്തിലെ ചർച്ചയിൽ അവന്മാർ പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അർണവ് ഗോസ്വാമിയെ പോലുള്ള ഒരു അവതാരകൻ ഹിന്ദു പക്ഷത്തിന് ഒപ്പം നിൽക്കുന്ന ചാനലുകളിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾക്ക് കേരളത്തിൽ ഹിന്ദുമത വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുന്ന ഏക അപകടം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.